കൊയിലാണ്ടിക്കാരൻ എന്നുള്ള രീതിക്ക് എനിക്ക് വളരെയധികം സന്തോഷം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ. കാരണം ലെജൻഡ് തന്നെയാണ്. അതായത് എൻ്റെയൊക്കെ ഒരു സ്കൂൾ പഠന കാലത്തൊക്കെ ഞാനൊക്കെ ഷാഫി ഖാൻ്റെ ഒരു പരിപാടി കൊയിലാണ്ടിയിൽ എവിടെ വന്നിട്ടുണ്ടെങ്കിലും അവിടെ ഓടിപ്പിടിച്ചെത്തുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ, എൻ്റെ കമ്പനിക്കാരെല്ലാവരും. കാരണം സിനിമ നടനെക്കാട്ടി ഹൈ ലെവലിൽ നിൽക്കുന്ന സമയം ഉണ്ടായിരുന്നു ഷാഫിക്ക അന്ന്. കാരണം ഒരു ജാട അങ്ങനത്തെ ഒരു സാധനമില്ല. അല്ല ഇപ്പോഴത്തെ ഈ മൈക്ക് അത് വേണം ഇത് വേണം അങ്ങനത്തെ ഒരു സംഭവമില്ല. അദ്ദേഹത്തിന് ഒരു മൈക്കും നല്ലൊരു അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു സൗണ്ടും വെച്ചിട്ടുണ്ടായാൽ മൂപ്പര് അവിടെ സ്റ്റേജ് തകർത്തിരിക്കും. അതാണ് മൂപ്പര് ഒരു കഴിവ്. അതെല്ലാവർക്കും അറിയാം നമ്മൾ കൊയിലാടുള്ള ഒരു ആൾക്കാർക്ക്. അപ്പോൾ ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷം. ഞാനൊക്കെ അന്ന് പറഞ്ഞ മാതിരി സ്വപ്നമായി ദിൽറുബ ആൽബമൊക്കെ സോങ് ഇറങ്ങിയ സമയത്ത് ഞാനൊക്കെ അതിന്റെ കരമൊക്കെ പോയിട്ട് വാങ്ങി അത് അതേപോലെ പാടാൻ വേണ്ടി ശ്രമിച്ചൊരു വ്യക്തിയാണ് ഞാനൊക്കെ. എനിക്ക് എന്റെ കൂട്ടുകാർക്കൊക്കെ അറിയാത്. കാരണം ഞാനൊക്കെ ഇങ്ങനെ സ്റ്റേജ് പ്രോഗ്രാമിൽ ഇങ്ങനെയൊക്കെ പോയി ഇങ്ങനെ പാടുന്നുണ്ട്. ഷാഫി ഖാന്റെ പാട്ടൊക്കെയാണ് അധികം ഞാൻ പാടല്. കാരണം അത്രത്തോളം നമ്മൾ ആരാധിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ വളരെയധികം സന്തോഷം. അപ്പോൾ ഞാൻ ഈ പാട്ട് കണ്ടപ്പോൾ ഞാൻ ആ പഴയ രീതിയിലേക്ക് ഒന്ന് പാടി നോക്കാൻ വേണ്ടി ശ്രമിച്ചു നോക്കുക. അപ്പോൾ എന്തായാലും നോക്കിയിട്ട് പറയാം എത്രത്തോളം വരുമെന്ന് അറിയില്ല. നോക്കട്ടെ, ഒരു ട്രൈ ചെയ്ത് നോക്കാം. കൊഞ്ചല്ല പെണ്ണെ നീ തുള്ളിക്കളിക്കല്ല പെണ്ണെ, നിന്റെ മംഗല്യം വന്നല്ല പെണ്ണെ. ലൈലേ നിൻ ചാരത്ത് വന്നു ഞാൻ നിൽക്കും, നിന്റെ മാറത്തു താലി ഞാൻ ചാട്ടും, ആ കവിളത്ത് മുത്തം ഞാൻ നൽകും. ലൈലേ നിന്നെ കണ്ട നാള് തൊട്ട് എന്റെ കൽവിനുള്ളിലെന്നും ഒരു പൂങ്കിടാവുദിച്ചു, ഒരു സ്നേഹമായില്ലേ. ലൈലാ ലൈലാ എന്റെ ലൈലാ ലൈലാ ഒന്നും ലൈലേ ലൈലേ നീ എന്റേതല്ലേ. കൈസേ കൈസേ എന്റെ കൈസേ കൈസേ ഒന്നും കൈസേ കൈസേ ഞാൻ നിന്റേതല്ലേ. കൊഞ്ചല്ല പെണ്ണെ നീ തുള്ളിക്കളിക്കല്ല പെണ്ണെ, നിന്റെ മംഗല്യം വന്നല്ല പെണ്ണെ. ലൈലേ ലൈലേ